അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ളവരെ, ഇന്ന് നമ്മൾ പറയുന്നത് ഏത് പ്രശ്നങ്ങളിൽ പോയി പെട്ടാലും, എത്ര വലിയ ബുദ്ധിമുട്ടാണെങ്കിലും, രോഗമാണെങ്കിലും, കടമാണെങ്കിലും, മക്കളെ കൊണ്ടുള്ള പ്രയാസങ്ങളാണെങ്കിലും, അയൽവാസികളെ കൊണ്ടുള്ള ബുദ്ധിമുട്ടാണെങ്കിലും, ഭർത്താവിനെ കൊണ്ടുള്ളതാണെങ്കിലും, ഭാര്യയെ കൊണ്ടുള്ളതാണെങ്കിലും, ഏത് പ്രശ്നങ്ങളാണെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആല പരിഹാരം നൽകുമെന്ന് റബ്ബ് തന്നെ വാഗ്ദാനം നൽകിയിട്ടുള്ള ഒരു ആയത്ത് പരിശുദ്ധ ഖുർആനിലുണ്ട്. ഈ ആയത്ത് ചൊല്ലിയിട്ട് ഒരു മനുഷ്യൻ പ്രാർത്ഥിച്ചാൽ അവന്റെ ആ പ്രശ്നങ്ങൾ തീരുമെന്ന് മഹാന്മാര് പഠിപ്പിക്കുന്നുണ്ട്. ഏതാണ് ആ ആയത്ത്? ആയത്താണ് ഇതിൽ പ്രധാനപ്പെട്ടത്. ആ ആയത്ത് സൂറത്തു ത്വലാഖിലെ 2-3 ആയത്തുകളാണ്. സൂറത്തു ത്വലാഖിലെ 2-3 ആയത്തുകൾ. ആയത്ത് ഇങ്ങനെയാണ്: ومن يتق الله يجعل له مخرجا ويرزقه من حيث لا يحتسب ومن يتق الله. ഒരാൾ അല്ലാഹുവിനെ സൂക്ഷിച്ചു കഴിഞ്ഞാൽ, ഒരാൾ അല്ലാഹുവിനെ തഖ്വ ചെയ്തു കഴിഞ്ഞാൽ, അവൻ എന്ത് പ്രവർത്തനം ചെയ്യുന്നതിലും അല്ലാഹുവിനെ കുറിച്ചുള്ള ബോധ്യമുണ്ട് എങ്കിൽ യജ്അൽ ലഹു മഖ്റജാ, അല്ലാഹു അവനക്ക് തുറവടിയാക്കി കൊടുക്കും, അല്ലാഹു അവനക്ക് മാർഗം കാണിച്ചു കൊടുക്കുമെന്നാണ്. അല്ലാഹുവിനെ അനുസരിച്ച് ജീവിക്കുന്നവർ, അല്ലാഹു പറഞ്ഞത് കേൾക്കുന്നവർ, നിസ്കരിക്കുന്നവർ, നോമ്പ് നോൽക്കുന്നവർ, ഈ പ്രവർത്തനങ്ങളെല്ലാം അവൻ ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ തഖ്വയോടുകൂടെയാണെങ്കിൽ യജ്അൽ ലഹു മഖ്റജാ, അല്ലാഹു അവനക്ക് നല്ല മാർഗം കാണിച്ചു കൊടുക്കുമെന്നാണ്. അടുത്ത ആയത്തിൽ അല്ലാഹു പറയുന്നത് വയർസുഖുഹു മിൻ ഹൈസു ലാ യഹ്തസിബ്, അല്ലാഹു സുബ്ഹാനഹു വ തആല അവനക്ക് അവൻ പ്രതീക്ഷിക്കാത്ത രൂപത്തിൽ, അവൻ ആഗ്രഹിക്കാത്ത രൂപത്തിൽ, അവൻ ഒരിക്കലും വരുമെന്ന് പ്രതീക്ഷിക്കാത്ത മാർഗത്തിലൂടെ അല്ലാഹു അവനെ സഹായിക്കുമെന്ന് പരിശുദ്ധ ഖുർആൻ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, മഹാന്മാര് പഠിപ്പിക്കുന്നത് ഈ ആയത്തൊരു മനുഷ്യൻ ദിക്റായിട്ട് ചൊല്ലിയാൽ അവന്റെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാണ് എന്നാണ്. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഒരു സംഭവം പറയുന്നുണ്ട്. എന്റെ അടുക്കലേക്ക് ഒരു മനുഷ്യൻ വന്നു, ഒരു സാധാരണക്കാരനായ ഒരു മനുഷ്യൻ. എന്നിട്ട് വന്നിട്ട് എന്നോട് പറഞ്ഞു, ഇബ്നു അബ്ബാസ് തങ്ങളെ, ഞാൻ ഒരുപാട് കഷ്ടത്തിലാണ്, പ്രയാസത്തിലാണ്, എനിക്ക് കടങ്ങളുണ്ട്, എനിക്ക് കുടുംബ പ്രശ്നങ്ങളുണ്ട്, എനിക്ക് ജോലിയില്ലായ്മയുണ്ട്, അങ്ങനെ എണ്ണിയാലൊടുങ്ങാത്ത പ്രശ്നങ്ങൾക്ക് നടുവിലാണ്, ദാരിദ്ര്യത്തിന് നടുവിലാണ് ഞാൻ ജീവിക്കുന്നത്. എന്തെങ്കിലും ഒരു പരിഹാരം പറഞ്ഞു തരാമോ? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുക്കുന്നത്, അദ്ദേഹം പറയാണ്, ഞാൻ അദ്ദേഹത്തിന് പഠിപ്പിച്ചു കൊടുത്ത ആയത്താണ് നമ്മളിപ്പോ പഠിച്ച ആയത്തില്ലേ, വമൻ യത്തഖില്ലാഹു യജ്അൽ ലഹു മഖ്റജാ വയർസുഖുഹു മിൻ ഹൈസു ലാ യഹ്തസിബ്. ഈ ആയത്ത് മോനെ നീ ഒരു ദിക്റായിട്ട് ചൊല്ലിയാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിന്റെ ഏത് പ്രശ്നങ്ങൾക്കും പരിഹാരം നൽകുമെന്നാണ് മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അവിടുന്ന് പറഞ്ഞു കൊടുത്തിട്ടുള്ളത്. ഇനി എങ്ങനെയാണ് ഈ ദിക്ർ ചൊല്ലേണ്ടത്? അതിന് ചില നിബന്ധനകളുണ്ട്. ഒന്നാമത്തെ കാര്യം, ഈ ദിക്ർ ചൊല്ലുന്ന സമയത്ത് നമ്മുടെ നിയ്യത്ത് നന്നായിരിക്കണം എന്നാണ്. അല്ലാഹുവേ, ഞാൻ വലിയ പ്രശ്നങ്ങളിലാണ്, ഞാൻ വലിയ പ്രയാസങ്ങളിലാണ്, ഞാൻ നിന്റെ ആയത്താകുന്ന ദിക്റുകളെ ചൊല്ലിയിട്ടുണ്ട് അല്ലാ, അതുകൊണ്ട് എന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകണേ അല്ലാ എന്ന് ഒരു മനുഷ്യൻ ഇങ്ങനെ മനസ്സിൽ കരുതിയിട്ട് ഈ ആയത്ത് ചൊല്ലിയിട്ട് ദിക്റായിട്ട് ചൊല്ലിയിട്ട് അവൻ ദുആ ചെയ്താൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമെന്നതാണ്.